അതിനുശേഷം സഹോദരങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൈകൾ ഉയർത്തിയതിനു ശേഷം ഇടതു കൈയിന്മേൽ വലത് കൈ വെക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ നിസ്കാരത്തിൽ കൈകെട്ടുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ റുക്കിനല്ല, നിസ്കാരത്തിൻ്റെ വാജിബല്ല, നിസ്കാരത്തിലെ പ്രതിഫലാർഹമായ സുന്നത്താണ് എന്നുള്ളത് കാണാം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഇബ്നു ഹുബൈറ റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഖായിമൻ ഫിസ്സലാഹ് ഖബല ബിയമീനിഹി അലാ ശിമാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നാൽ അഥവാ നിസ്കരിക്കാൻ ഒരുങ്ങിയാൽ ഖബല ബിയമീനിഹി തൻ്റെ വലം കൈ കൊണ്ട് അലാ ശിമാലിഹി ഇടത് കൈയുടെ മുകളിൽ എന്ത് ചെയ്യും? അത് വെക്കും. അപ്പോൾ നമ്മുടെ കൈ വലത്തെ കൈ ഇടത്തെ കൈന് നേരെ മുകളിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതൊരു രൂപമാണ്. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം സഹോദരങ്ങളെ, കാന അന്നാസു യുഅ്മറൂന അൻ യദഅ അർ-റജുലു അൽ-യദൽ യുംന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്താണ്? അവരുടെ വലത്തെ കൈ വെക്കണം അലാ ദിറാഇഹിൽ യുസ്റ, അലാ ദിറാഇഹി അൽ യുസ്റ ഫിസ്സലാ. അവരുടെ ഇടത്തെ കൈയുടെ ആ മുഴം വരെയുള്ള ഭാഗം, അതാണ് ദിറാ എന്ന് പറയുന്നത്. ഈ ഭാഗത്തും തൊട്ടിട്ട് ഈ മുഴം വരെയുള്ള ഭാഗം ദിറാ ആണ്. അതിലെവിടെ നമുക്ക് വെക്കാം. ഒരാൾ ഇവിടെ വെച്ചാൽ കുഴപ്പമില്ല, ഇപ്പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല, ഇപ്പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല. ആദ്യത്തിൽ വന്നത് കൈയുടെ നേരെ മുകളിൽ വെച്ചാലും കുഴപ്പമില്ല. ഇത്രയാണ് സുന്നത്തുള്ളത്. ഇങ്ങനെയാണ് സഹോദരങ്ങളെ സുന്നത്തുള്ളത്. അതിനപ്പുറത്തേക്ക് കൈയുടെ മുട്ടിൽ കയറി പിടിക്കുക എന്നുള്ളത് അത് ഹദീസിൽ വന്നിട്ടില്ല. ചിലർ ഇങ്ങനെയൊക്കെ പിടിക്കും. അങ്ങനെ ചെയ്യേണ്ടതില്ല. നമ്മൾ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെയൊക്കെ നമുക്ക് വെക്കാം. ഇതൊക്കെ സുന്നത്തായ ഭാഗമാണ്, സുന്നത്തായ കാര്യമാണ്. ഇനി ഈ രണ്ട് കൈകളും കൂടി എവിടെ വെക്കേണ്ടതുണ്ട്? അല്ല, ഇത് വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് കൈയും കൂടി എവിടെയാണ് വെക്കേണ്ടത്? ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് വെക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഹദീസുകൾ, വ്യത്യസ്ത റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത് പൊക്കിളിന് താഴെയാണ് വെക്കേണ്ടത് എന്നാണ്. ഹംബലി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഒക്കെ പൊതുവെ ഈ അഭിപ്രായമാണ് സ്വീകരിച്ചു പോകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുകളിലൊക്കെ അദ്ദേഹം ഹംബലി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസാണ് കൂടുതൽ ശരിയായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് അദ്ദേഹമൊക്കെ ശരിയായ അഭിപ്രായമായി പറയുന്നത്. എന്നാൽ പല പണ്ഡിതന്മാരും ആ ഹദീസ് ദുർബലമാണ് എന്ന് പറയുകയും അതല്ല പൊക്കിളിന് മുകളിലാണ് വെക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ചില ഹദീസുകളിൽ അത് നെഞ്ചിൻ മുകളിലാണ് എന്ന് തന്നെ വന്നിട്ടുണ്ട്. മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ എല്ലാ സനദുകളും പരിശോധിച്ച് നോക്കിയതിന് ശേഷം പറഞ്ഞ കാര്യം, എല്ലാ ഹദീസിൻ്റെ സനദുകളിലും അതിൽ ദുർബലതയുണ്ട്. ദുർബലതയിൽ നിന്നും മുക്തമായൊരു പൂർണ്ണമായൊരു സനദ് ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലയെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞത് കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട സനദ് അത് നെഞ്ചിൽ വെക്കുക എന്നുള്ള വിഷയത്തിലാണ്. നെഞ്ചിൽ വെക്കുക എന്നുള്ളതാണ് കൂട്ടത്തിൽ മെച്ചപ്പെട്ട ഒരു സനദുള്ളത്. അതുകൊണ്ട് നമുക്ക് നെഞ്ചിൽ വെക്കാവുന്നതാണ്. ഇനി ഒരാൾ അതല്ല, നെഞ്ചിൽ വെക്കേണ്ടതില്ല, ഇങ്ങനെ താഴെ കുറച്ചിറക്കി വെച്ചാൽ മതി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ ഒരു സുന്നത്ത് ഒഴിവാക്കി നമുക്കിവിടെ പറയാൻ പറ്റൂല. കാരണം ഈ വിഷയത്തിൽ അങ്ങനെ വളരെ കൃത്യമായി ഹദീസ് വന്നിട്ടില്ല. അല്ലെങ്കിൽ സുന്നത്തിന് വലിയ വ്യതിചലിച്ചു എന്ന് പറഞ്ഞ് നമുക്കൊരു വാദപ്രതിവാദം നടത്തേണ്ടതോ അല്ലെങ്കിൽ തർക്ക വിതർക്കം നടത്തേണ്ടതോ ആയ ഒരു വിഷയമേ അല്ല. കാരണം ഒരാൾ കൈ കെട്ടിയിട്ടില്ലെങ്കിൽ പോലും നിസ്കാരത്തിൽ എന്തേ ഉള്ളൂ, ഒരു സുന്നത്തെ ഒഴിവായിട്ടുള്ളൂ, അയാൾ നിസ്കാരം ബാത്തിലാകുന്നില്ല. സുന്നത്തിനെതിരെ അത് ഖിലാഫു സുന്നയാണ്, സംശയമില്ല. കാരണം രണ്ട് ഹദീസ് നമ്മൾ വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെക്കുക എന്നുള്ളത് അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതാണ് സുന്നത്തിനോട് യോജിച്ച രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അത് എവിടെ വെക്കണം എന്നുള്ളത് വ്യക്തത കുറവാണ് ഹദീസുകളിൽ. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ നിലക്ക് സഹോദരങ്ങളെ അത് മനസ്സിലാക്കുക. ഇതാണ് കൈ വെക്കുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്ത്.